ബിഗ് ബോസ് സീസൺ 6 10-ാം ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡ് വളരെ ഹൃദയസ്പർശിയായിരുന്നു. മദേഴ്സ് ഡേയോടനുബന്ധിച്ച് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് കൊടുത്ത ടാസ്ക് അവരുടെ അമ്മമാർക്ക് കത്തെഴുതുക എന്നതായിരുന്നു. എല്ലാവരുടെയും കത്തുകൾ ഹൃദയസ്പർശിയായിരുന്നു എങ്കിലും അഭിഷേകിൻ്റെ കത്ത് ഏവരുടെയും കണ്ണു നനയിച്ചു. കാരണം അഭിഷേക് വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട ആളാണ്. മരിച്ചുപോയ അമ്മയ്ക്കായി എഴുതിയ കത്ത് ലാലേട്ടന് പോലും ഹൃദയത്തിൽ വിങ്ങലുണ്ടാക്കി. അഭിഷേകിൻ്റെ കത്ത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട അമ്മയ്ക്ക് സുഖമല്ലേ? ഞാൻ അമ്മയ്ക്ക് കത്തെഴുതാറില്ല എന്ന് അമ്മയ്ക്കറിയാമല്ലോ. അമ്മയുടെ പേര് പറഞ്ഞ് ഞാൻ ഒരിടത്തും സെന്റിമെന്റ്സ് അടിക്കാറുമില്ല. എന്നാൽ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് തന്നതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ഹായ്, ഒരു മിസ് യു, ഒരു ബൈ എന്നിവ തരാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ ഇവിടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് ഞാൻ മനസ്സു തുറന്ന് അമ്മയ്ക്ക് കത്തെഴുതണം എന്നാണ്. അമ്മയെക്കുറിച്ചുള്ള അവസാന ഓർമ്മകൾ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. TV ഓഫാക്കി പഠിക്കാൻ പറയുന്നതും സന്ധ്യാനാമം ചൊല്ലി പഠിപ്പിക്കുന്നതും ആ സമയത്ത് വാഷ് ബേസിനിൽ പോയി രക്തം ഛർദ്ദിക്കുന്നതും വീൽ ചെയറിൽ അവശയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും പിന്നീട് തിരികെ വെള്ളത്തുണിയിൽ മൂടി കൊണ്ടുവരുന്നതും വിറക് മൂടി യാത്രയാക്കുന്നതും ഒക്കെയാണ്. എൻ്റെ അമ്മയെക്കുറിച്ചുള്ള അവസാന ഓർമ്മകളിൽ പ്രധാനപ്പെട്ടവ ഇവയൊക്കെയാണ്. അമ്മ പോയപ്പോൾ അച്ഛനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. പക്ഷേ 10-ാം ക്ലാസ് ആയപ്പോൾ സ്കൂളിൽ പേരൻസ് മീറ്റിങ്ങിന് അച്ഛനോട് ഞാൻ വരണ്ട എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയെക്കുറിച്ച് ആരും ചോദിക്കാതിരിക്കാനും ശ്രദ്ധിക്കാതിരിക്കാനും വേണ്ടിയായിരുന്നു. അമ്മയില്ലാത്ത കുട്ടി എന്ന സെൻറ്റിമെൻറ്റ്സ് ആരിൽ നിന്നും കേൾക്കാൻ എനിക്കിഷ്ടമില്ലായിരുന്നു. കുടുംബം എത്ര വലുതാണെന്ന് അമ്മ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഒരു ലഹരിക്കും അടിമപ്പെടാതിരിക്കുന്നത് എൻ്റെ അമ്മ കാരണമാണ്. അവൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നൊന്നും കേൾക്കാനോ അമ്മയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കി തരാനോ എനിക്കിഷ്ടമില്ലായിരുന്നു. മദേഴ്സ് ഡേയിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോകളും സ്റ്റാറ്റസുകളും ഒക്കെ ഇടുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നും. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അഭിഷേകിൻ്റെ ഈ കത്ത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരുടെയും ഹൃദയത്തിൽ വിങ്ങലുണ്ടാക്കി.